കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 27 നമ്മൾ ഇന്നലെ മുഴുവനായി. അപ്പോൾ നമ്മളിന്ന് 28-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ രത്നച്ചുരുക്കൊന്നും പറയാൻ സാധിക്കില്ല. എന്താ വെച്ചാൽ സംസാര രഹസ്യമാണ് അതിൽ പറയണത്. വളരെ ഗഹനമായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ എങ്കിലും ഞാനൊരു ശ്രമം നടത്താം അതിൻ്റെ ഒരു രത്നച്ചുരുക്കം പറയാനായിട്ട്. അതായത് ഭഗവാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ ഇതുവരെ പറഞ്ഞിരുന്ന 27ൻ്റെ കണ്ടിന്യൂഷൻ. ഉദ്ധവൻ്റെ ചോദ്യത്തിന് മുമ്പേ കുറച്ചും കൂടി ഉണ്ട് ഭഗവാൻ പറയേണ്ടത്. അതായത് ഇതിലെന്താ പറയുക വെച്ചാൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നമുക്കൊരവകാശമില്ല. മറ്റുള്ളവരുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളെ പറ്റിയിട്ട് നമ്മൾ പ്രശംസിക്കുകയെ അല്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞ് തള്ളുകയെ നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യാനൊന്നും നമുക്ക് ചെയ്യരുത്. നമുക്ക് അവകാശമില്ല എന്നല്ല, നമ്മൾ ചെയ്യരുത്. മറ്റുള്ളവരുടെ പ്രവൃത്തികളെ അതികയമായെന്ന് പറഞ്ഞ് പ്രശംസിക്കുക, മോശമാണെന്ന് പറയുക, അതൊന്നും നമ്മൾ ചെയ്യരുത്. എന്താ വെച്ചാൽ ഭഗവാൻ സർവാത്മകനാണ്. ഈ നമ്മൾ ചീത്ത പറഞ്ഞ ആളുടെ ഉള്ളിലും ഭഗവാൻ തന്നെ സർവാത്മാവാണ്. ആ സർവാത്മാവായിട്ടുള്ള ഭഗവാനിൽ കൽപ്പിതമാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. ശരിക്കുള്ളതല്ല. ആ ബ്രഹ്മത്തിൽ കൽപ്പിച്ചതാണ് ഇത്. ഏതുപോലെ കയറിൽ പാമ്പിനെ നമ്മൾ കൽപ്പിച്ചു, അധ്യാസം ചെയ്തു, സൂപ്പർ ഇമ്പോസ് ചെയ്തു. അപ്പം ഇത് ശരിക്കുള്ളതല്ല. അപ്പം പിന്നെ നമ്മൾ ഈ ശരിക്കില്ലാത്ത കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ നല്ലതാ ചീത്ത പറയണേന് എന്താ അർത്ഥം? അതാണ് പറഞ്ഞത്. സർവാത്മകനാണ് ഭഗവാൻ. ഇത് ആ സർവാത്മകനായിട്ടുള്ള ഭഗവാനിൽ കൽപ്പിതമാണ് കയറിൽ പാമ്പിനെ നമ്മൾ ആരോപിക്കുന്ന പോലെ. പക്ഷെ അത് പാമ്പാന്ന് തോന്നുന്ന സമയത്ത് അത് വലിയ നല്ല ഇങ്ങനെ ചുമന്ന നിറമുള്ള പാമ്പാണ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം, പാമ്പാന്ന് തോന്നുന്നിടത്തോളം കാലം. പക്ഷെ ശരിക്കതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ പിന്നെ അതൊന്നും പറയില്ലല്ലോ, നമ്മളെ കയറല്ലേ. അതാണ്. അതുകൊണ്ട് ഇത് നല്ലതാണ്, ഇത് നന്മയാണ്, ഇത് തിന്മയാണ് എന്നൊന്നും നമ്മൾ വേറൊരാളെയോ വേറെ കാര്യങ്ങളെ പറയണതിന് അർത്ഥമില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ വിചാരിക്കണത് തന്നെ ഒരു വിഡ്ഢിത്താണ്. എന്താ വെച്ചാൽ ഒരു പാമ്പ് വാസ്തവത്തിലില്ലെങ്കിലും നമുക്ക് ഭയം ഉണ്ടാവുമല്ലോ. അതുപോലെ ഈ ദ്വൈത പ്രപഞ്ചം നമുക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. കൽപ്പിതാണ്, ശരിക്കില്ല എങ്കിലും ഉണ്ടെന്ന് തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് സംസാര ഭയം ഉണ്ടാവണം. ഈ ദൃശ്യപ്രപഞ്ചം എല്ലാം കൽപ്പിതാണ്, ഇതൊന്നുമില്ല, ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഭയവും ദുഃഖാനുഭവങ്ങൾ സുഖദുഃഖാനുഭവങ്ങൾ ഇല്ലാണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ്, വളരെ നല്ലൊരു ചോദ്യം കേട്ടോ. എന്താ അറിയോ? ഹേ ഭഗവാനെ, അങ്ങ് പറഞ്ഞില്ലേ എന്നാൽ ഈ സംസാരം ആർക്കുള്ളത്? അങ്ങ് പറഞ്ഞു ചൈതന്യം ബ്രഹ്മത്തിന്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം ഒന്നും അനുഭവിക്കുന്നില്ല, കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല ചൈതന്യത്തിന്. ശരീരം ജഡമാണ്. പക്ഷെ ആരാപ്പം അനുഭവിക്കണം ഈ സുഖദുഃഖങ്ങൾ? നമ്മളൊക്കെ അനുഭവിക്കണ്ടല്ലോ സുഖദുഃഖങ്ങൾ, ഇല്ലേ? എന്നാൽ അപ്പം ഈ ആരായ സുഖദുഃഖങ്ങൾ അനുഭവിക്കണം? ഈ പരമാത്മ ചൈതന്യം പരമാത്മാവും അല്ല, ആത്മാവും അല്ല. ഈ ജഡശരീരത്തിന് ഒന്നും പറ്റില്ല. ജഡശരീരത്തിന് എന്തെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ? അപ്പം അതിൻ്റെ ഉള്ളിൽ വേറൊരു ശക്തി ഉണ്ട്, അനുഭവിക്കണ ശക്തി ഇല്ലേ? അതേതാന്ന് ചോദിച്ചു. ശരിയല്ലേ? അപ്പം ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ ശരി, പക്ഷേ ആത്മാവിനെ ഈ ശരീരാദികളിൽ നിന്ന് നമുക്ക് ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റാത്തോടത്തോളം കാലം നമുക്ക് അജ്ഞാനം ഉണ്ടെന്ന അർത്ഥം. അതായത് ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം മാത്രമേ നമുക്ക് ഈ സംസാരമായുള്ളൂ. ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം ഇപ്പം പറഞ്ഞ പോലെ പാമ്പാണെന്ന് വിചാരിച്ച് ഭയക്കുന്ന പോലെ ഞാൻ ദേഹമാണ് എന്ന് വിചാരിക്കുന്നിടത്തോളം കാലം ഞാനാണ് ചെയ്യണത്, ഞാനാണ് അനുഭവിക്കണത്. അപ്പോൾ ഈ സംസാര ഭയം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്വപ്നം പരമാർത്ഥമല്ല വെച്ചാൽ നമുക്ക് പേടി തോന്നില്ലേ? ഉണ്ടാവില്ലേ? പക്ഷെ ഉണർന്നാതില്ലല്ലോ. അപ്പോൾ സ്വപ്നത്തിലത്തെ എന്തെങ്കിലും നല്ലതാണ് ചീത്തയാണെന്നും പറയണേന് നമ്മൾ ശരിക്കും അർത്ഥമില്ല. കാരണം ഇല്ല, അത് ശരിക്കുള്ളതല്ല. അപ്പോൾ സ്വപ്നത്തിൽ ഒരാൾ അയാൾ നല്ല സ്വഭാവമാണ്, അയാൾ ചീത്ത സ്വഭാവമാണെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? നമ്മൾ പറയുമ്പോൾ അതുമില്ല.
ചീത്ത ആളാണ്, നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇതാവുക അതൊന്നുമില്ല. അത് ആ സ്വപ്നത്തിനെ പറ്റി കണ്ടത് പറയുമായിരിക്കും, പക്ഷെ അത് ശരിയല്ല എന്ന് നമുക്കറിയാം. നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യണില്ല സ്വപ്നം തോന്നുന്നാൽ. അതുപോലെയാണ് ജ്ഞാനം ഉദിച്ചാൽ നമുക്ക് ഈ ജഗത്ത് വെറും സ്വപ്നമാണ്. ആ ജ്ഞാനം ഉദിക്കണ വരെയുള്ളൂ. അത് ഞാൻ ആത്മാവാണ് എന്നങ്ങടെ അനുഭവമായ നിമിഷം സർവ്വ സംശയങ്ങളും വിട്ട് നിസ്സംഗനായിട്ട് വർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഉദ്ധവ, ഈ ശരീരമല്ല ഞാൻ ആത്മാവാണെന്ന് ഉറപ്പിച്ച് യുക്തി കൊണ്ട് ഉറപ്പിക്കണതാണ് ജ്ഞാനം. പിന്നെ എന്താ പറയുക, അനുഭവം കൊണ്ട് ഉറപ്പിക്കണതാണ് വിജ്ഞാനം. അങ്ങനെ ചെയ്യൂ എന്ന് പറയാണ് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഇവിടെ ഇതില്ലാച്ചാൽ പിന്നെ സ്വപ്നത്തിലത്തെ പറയണ പോലെയല്ലേ ഉള്ളൂ. പാമ്പ് ഇല്ലാച്ചാൽ പിന്നെ പാമ്പിൻ്റെ നിറം ഇന്നതാണ്, നല്ല വിഷമുള്ള പാമ്പാണ് പറയുന്നതിന് അർത്ഥമുണ്ടോ? നല്ല പാമ്പാണെന്ന് പറയുന്ന അർത്ഥം അതുപോലെ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, എന്നിൽ ആത്മസാക്ഷാത്കാരം കിട്ടിയാൽ പിന്നെ ഒന്നും ബാധിക്കില്ല. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ആ പരമാനന്ദത്തിൽ തന്നെ വർത്തിക്കാം. ഈ ജീവൻ ശരീരം ഉള്ളപ്പോഴും അതെ, അത് ജ്ഞാനം തെളിഞ്ഞാൽ പിന്നെ എപ്പോഴും സന്തോഷമാണ്. അങ്ങനെ ഒരു മഹാത്മാവിന് പിന്നെ ഒരാഗ്രഹം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സംസാര രഹസ്യമാണ് ഇതിൽ പറയണത് കേട്ടോ. അതിങ്ങനെ പതുക്കെ പറഞ്ഞു വരും ഭഗവാൻ. അപ്പോൾ നമുക്ക് 28-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ച് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശ സ്കന്ധം 28-ാം അധ്യായം. ഇനി ശ്രീ ഭഗവാൻ ഉവാച തന്നെയാണ് തുടങ്ങണത് കേട്ടോ. ഭഗവാൻ കണ്ടിന്യൂ ചെയ്യാണ്, ആരെയും നിന്ദിക്കുകയും ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. ശ്രീ ഭഗവാൻ ഉവാച പരസ്വഭാവകർമാണി ന പ്രശംസേന ഗർഹയേത് വിശ്വമേകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച. രണ്ടാമത്തെ ശ്ലോകം കൂടി ഒന്നിച്ച് ചെയ്യാം. പരസ്വഭാവകർമാണി യഃ പ്രശംസതി നിന്ദതി സ ആശുഭൃശ്യത്തെ സ്വാർത്ഥാത് അസത്യഭിനിവേശത. രണ്ടും കൂടി ചെയ്യാം നമുക്ക്. വിശ്വം മീൻസ് ഈ പ്രപഞ്ചത്തിനെ, പുരുഷനോടും പ്രകൃത്യാച്ച പ്രകൃതിയോടും ഏകാത്മകം ഒന്നു ചേർന്നതായി. അതായത് പ്രകൃതിയും ഈ പ്രപഞ്ചത്തിനെ പുരുഷനോടും പ്രകൃതിയിൽ നിന്നും ഭിന്നമല്ലാതെ, വേറെ അല്ലാതെ പശ്യൻ കണ്ട്, പരസ്വഭാവ കർമാണി അന്യരുടെ സ്വഭാവത്തിനെയും പ്രവൃത്തികളെയും പ്രശംസിക്കരുത്, ഗർഹയേത് നിന്ദിക്കുവരുത്, ചീത്തേക്ക് പറയുവരുത്. യഹ അത് പരസ്വഭാവ കർമാണി അന്യരുടെ സ്വഭാവത്തെയും പ്രവൃത്തികളെയും പ്രശംസിക്കുന്നുവോ നിന്ദതി നിന്ദിക്കുന്നുവോ സ അവൻ അസനി മിഥ്യ ഇല്ലാത്തൊരു വസ്തുവിലാണത് പറയണത്. സ്വപ്നത്തിലത്തെ ഒരാളെ പറയണ പോലെയുള്ളൂ. അഭിനിവേശ അഹം മമ എന്ന അഭിമാനം വയ്ക്കുന്നതിനാൽ, അതായത് ഇല്ലാത്തൊരു വസ്തുവിൽ ഞാനാണെന്ന് വിചാരിച്ചിട്ട്, ഞാനാണെന്ന് ദേഹാഭിമാനം എന്നർത്ഥം. സ്വാർത്ഥാത് ആ ജ്ഞാനനിഷ്ഠമാകും തൻ്റെ ആ സ്വാർത്ഥത്തിൽ നിന്ന്, സ്വന്തം എൻ്റെ എന്നുള്ള വിചാരം കൊണ്ട് ആശുദൃശ്യതി. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഇത് തോന്നണമെന്ന് പറയുകയാണ് ഭഗവാൻ. അതാണ് ഇതിലിപ്പോൾ പറയണത്. ഈ 2 ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറയണത്? ഉദ്ധവ, ബാക്കിയുള്ളവരുടെ സ്വഭാവത്തിനെയും പ്രവൃത്തികളെയും നമ്മൾ സ്തുതിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. അതായത് പ്രകൃതിയും പുരുഷനെയും നല്ലോണം ചിന്തിച്ചറിഞ്ഞിട്ട് ഈ ലോകം മുഴുവന് ബ്രഹ്മം തന്നെയാണ് എന്ന് നമ്മൾ യുക്തിപൂർവം ചിന്തിച്ച് കാണണം. ഇവിടെ ബ്രഹ്മല്ലാതെ ഒന്നുമില്ല. ബ്രഹ്മം വിവിധ നാമരൂപങ്ങളിൽ കാണുന്നതാണ് ഇത് എന്ന് നമ്മൾ ചിന്തിച്ചറിയണം. അന്യന്മാരുടെ സ്വഭാവത്തിനെയും പ്രവൃത്തിയൊക്കെ നിരൂപണം ചെയ്യാൻ പുറപ്പെട്ടാൽ ആ സാധകന് നമുക്ക് ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമായിട്ട് ഭവിക്കും. അങ്ങനെ തോന്നിയാൽ പോലും അതൊക്കെ ബ്രഹ്മം തന്നെയാണ്, അയാളും ബ്രഹ്മം ഇയാളും ബ്രഹ്മം, നമ്മൾ ചീത്തയെന്ന് പറഞ്ഞ ആളും ബ്രഹ്മം, ഇവിടെ ആരും ഒന്നും ചെയ്യും, ഇവിടെ ആരും ഒന്നും അനുഭവിക്കുകയും ചെയ്യില്ല, അതൊക്കെ വെറും നമുക്ക് കൽപ്പിതമാണ്. ബ്രഹ്മത്തിൽ കൽപ്പിതമായിട്ടുള്ള സൂപ്പർ ഇമ്പോസ്ഡാണ്. ഏതുപോലെ കയറിൽ പാമ്പിനെ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് അധ്യാസം ചെയ്തിട്ട് പിന്നെ അതിനെപ്പറ്റി പേടിക്കണ പോലെയാണ് ഇത്. ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ബ്രഹ്മത്തിൽ നമ്മൾ ഈ ജഗത്തിനെ അധ്യാസം ചെയ്തിട്ട്
ആണ് ഇങ്ങനെ നമുക്ക് വിഷമം വരണത്. അതുകൊണ്ട് ഏത് സാധകനാണ് പിന്നെ ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കണ അവർ ബാക്കിയുള്ളവരെ നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ബാക്കിയുള്ളവരെ പ്രവൃത്തിയോ സ്വഭാവത്തിനെ പറ്റി നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യരുത്. അത് നമ്മളെ ആത്മസാക്ഷാത്കാരത്തിന് അകറ്റും. അതായത് ഉറക്കത്തിലെങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ മുഴുവൻ ലയിക്കില്ലേ മനസ്സും. അപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നില്ലേ, സ്വപ്നത്തിൽ എന്തൊക്കെ കാണുന്നു, പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ അത് ശരിയില്ല തോന്നില്ലേ. അതുപോലെ നമ്മൾക്ക് അജ്ഞാനം കൊണ്ടാണ്. എന്താ അജ്ഞാനം? ഞാൻ ഈ ബോഡിയാണ്, ഞാൻ ശരീരമാണെന്നുള്ള അഭിമാനം, അതാണ് അജ്ഞാനം. ആ അജ്ഞാനം കൊണ്ടാണ് നമുക്കിതൊക്കെ സത്യമാണ് തോന്നുന്നത് ഉദ്ധവ. ദ മോമെൻറ്റ് എപ്പോഴാണ് നമുക്ക് ഞാൻ ആത്മാവാണെന്നുള്ള ബോധം ഉദിക്കണത്, ആ അനുഭവം ഉണ്ടാവണത്, അപ്പം ഈ ജഗത്ത് ശരിക്കും സ്വപ്നം പോലെയാണെന്നുള്ളത് ബോധ്യവും. അതുകൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കൂ എന്ന് പറയുകയാണ് അതിൽ. എപ്പോഴാണ് നമുക്ക് ഈ ആത്മസാക്ഷാത്കാരം കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ആത്മാവാണ് ഈ ദേഹമല്ല എന്നുള്ള ബോധം വരണം. അപ്പോൾ നമ്മുടെ ഇത് ശരിയാണ്, ഞാൻ ഇവിടെ ഈ ജഗത്ത് ശരിയാണ് അല്ലെങ്കിൽ ഉള്ളതാണ്, ഞാൻ ദുഃഖം അനുഭവിക്കണു, ഞാനിത് ചെയ്യണു, ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഞാൻ അനുഭവിക്കണു എന്നുള്ള തോന്നൽ നിശേഷം ഇല്ലാതെ ആവുന്നത്. അതുവരെ അതുണ്ടായിക്കൊണ്ടിരിക്കും. ആ അജ്ഞാനം കൊണ്ടാണ് നമുക്കിത് റിയലാന്ന് തോന്നണത്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ആത്മാവ് ആണ് ഞാൻ ബോധ്യമാവണം, അന്ന് ഈ ദേഹത്തിൻ്റെ ഒരു അനുഭവങ്ങളും നമ്മളെ ബാധിക്കില്ല എന്നാണ് ഇതിൽ ഭഗവാൻ പറയാൻ ഭാവിച്ചത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞപ്പോഴാണ് എന്താ പറയണത്, എന്നാൽ ആരാണ് അനുഭവിക്കുന്നുണ്ടല്ലോ. അങ്ങ് പറഞ്ഞു ശരീരം ജഡാണെന്ന്, ആത്മാവിനെ ഒന്നും ബാധിക്കണില്ല എന്നും പറഞ്ഞു. അപ്പം ആരാണൊക്കെ അനുഭവിക്കണം നമുക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് ഇനി ചോദിക്കട്ടോ. ഇനി അതുമാത്രമല്ല, എല്ലാം ബ്രഹ്മാണെങ്കിൽ പിന്നെ മംഗളമേതാ അതാണ് ഇനി മൂന്നാമത്തേൽ നമുക്ക് നോക്കാം കേട്ടോ. നമ്മളല്ല 2-3 നമ്മൾ ചെയ്തു അല്ലേ, അങ്ങനെയല്ലേ ചെയ്തത്, 2-3 ചെയ്തത്, അല്ല 1-2 നമ്മൾ ചെയ്തത്. അപ്പം ഇനി 3 വായിക്കാം കേട്ടോ. അതായത് ബാക്കിയുള്ളവരെ ഒന്നും പിന്നെ കുറ്റം പറയുന്നരുത്. കാരണം അത് നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയെ തടയും, അല്ലെങ്കിൽ അതിന് ഡിലേ വരും. കാരണം നമുക്ക് ഈ ദേഹാഭിമാനം കൊണ്ടാണ് ഇന്നയാൾ ചീത്ത ഇന്നയാൾ നല്ലതെന്നൊക്കെ തോന്നണം. എല്ലാം ബ്രഹ്മാണെന്ന് തോന്നിയാൽ പിന്നെ നല്ലതും ചീത്തയൊന്നും ഇല്ല, ഒന്നേ ഉള്ളൂ ഇവിടെ, നല്ലതും ചീത്തയൊന്നും ഇല്ല പിന്നെ, അല്ലേ? അതാണ് പറഞ്ഞത്. ഇനി നമുക്ക് 3 വായിക്കാം. തൈജസേ നിദ്രയാപന്നേ പിണ്ഡസ്ഥോ നഷ്ടചേതന മായാം പ്രാപ്നോതി മൃത്യും വാ തദ്വന്നാനാർത്ഥദൃക്പുമാൻ. ഇതുവരെയും ഭഗവാൻ 10 സ്കന്ധം വരെയും 10ാം സ്കന്ധത്തിലും പറഞ്ഞു തന്നെയാണ് കേട്ടോ പറയണം. പക്ഷെ ഉദ്ധവനോടായിട്ട് പറഞ്ഞ് നമ്മളെ ഒന്നും കൂടി മനസ്സിലാക്കി തരികയാണ് ഭഗവാൻ. അപ്പോൾ നമുക്ക് 3 വായിക്കാം. തൈജസേ, അതായത് രാജസാഹങ്കാരം. തൈജസ് എന്ന് പറഞ്ഞാൽ രാജസാഹങ്കാരമാണ്, മറ്റേ തമസ്സാണല്ലോ. ഇത് തൈജസ് എന്ന് പറഞ്ഞാൽ രാജസാഹങ്കാരം. രാജസാഹങ്കാരത്തു നിന്നാണ് ഇന്ദ്രിയങ്ങൾ നമ്മൾ കണ്ടുല്ലോ അല്ലേ. അതായത് സാത്വികാഹങ്കാരത്തു നിന്ന് ഇന്ദ്രിയത്തിന് അധിഷ്ഠാന ദേവകളും അന്ധക്കരണവും. ഈ 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടാവണത് രജോ ഗുണാഹങ്കാരത്തു നിന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് പറഞ്ഞത് തൈജസേ. അതായത് രജോ ഗുണാഹങ്കാരത്തു നിന്നുണ്ടായ ഇന്ദ്രിയങ്ങൾ നിദ്രയാൽ എന്താ അപന്നെ മീൻസ് നിദ്രയിൽ ഇല്ലാണ്ടാവും. പിണ്ഡസ്ഥ ശരീരത്തിലിരിക്കുന്ന ജീവൻ മായാം വെറും മനസ്സു മാത്രം മായയ്ക്ക് തുല്യമായ സ്വപ്നത്തെയും, നമ്മൾ സ്വപ്നം കാണുമല്ലോ, നഷ്ടചേതന ചൈതന്യമില്ലാത്തവനായി മൃത്യും വാ മനസ്സ് ലയിക്കുമ്പോൾ മരണത്തിന് തുല്യമായ സുഷുപ്തി അല്ലേ. നമ്മൾക്ക് മനസ്സ് കംപ്ലീറ്റ്ലി ലയിക്കാത്തപ്പോഴാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ജാഗ്രതയിൽ ഓഫ് കോഴ്സ് മനസ്സും ബുദ്ധിയും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് ജാഗ്രതയിൽ. സ്വപ്നത്തിൽ നമ്മുടെ ദേഹമൊക്കെ ഒന്നും പ്രവർത്തിക്കുന്നില്ല, മനസ്സെന്നുള്ള ഇന്ദ്രിയം മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ബാക്കി കയ്യ് കാല് മൂക്ക് കണ്ണ്, അതായത് ജ്ഞാനേന്ദ്രിയവും മനസ്സൊഴിച്ച്, മനസ്സിന് ഇന്ദ്രിയം എന്ന് പറയണ്ട, 10 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല നമ്മൾ സ്വപ്നത്തിലും. പക്ഷെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, അതാണ് സ്വപ്നം. മനസ്സും കൂടി ലയിക്കുമ്പോഴാണ് സുഷുപ്തി അല്ലേ. മനസ്സും കൂടി ലയിക്കുമ്പോൾ നമ്മൾ സുഷുപ്തിയിൽ എത്തുന്നു. നാനാർത്ഥതയ്ക്ക് ഈ ദ്വൈതപ്രപഞ്ചത്തിൽ നമ്മൾ ദ്വൈതപ്രപഞ്ചത്തിൽ അഭിനിവേശമുള്ളാച്ചാൽ എന്താ അറിയോ,
ഈ ദേഹാഭിമാനം കൊണ്ട് ദ്വൈതപ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുമ്പോൾ പുമാൻ പുരുഷനും തദ്വത് അതുപോലെ വിക്ഷേപവും ലയവും പ്രാപിക്കുന്നു. എന്താണ് ഇതിലിപ്പോൾ പറയണ വെച്ചാൽ, മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണ വെച്ചാൽ, ഈ നമ്മളെ ഇന്ദ്രിയങ്ങൾ, അതായത് ഉറക്കത്തിൽ ഇന്ദ്രിയങ്ങൾ ലയിക്കുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് സ്വപ്നം കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ മരണം വരെ അനുഭവിക്കാം. നമ്മൾ മരിച്ചു എന്നോ വേറൊരാൾ മരിച്ചു എന്നോ ഒക്കെ കാണാം. നമ്മൾ മരിച്ചു തന്നെ ആവാം സ്വപ്നത്തിൽ. മനസ്സുണ്ടല്ലോ, ഇന്ദ്രിയങ്ങളൊക്കെ ലയിച്ചു, നമുക്ക് മനസ്സ് ലയിക്കാത്ത സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത്. സ്വപ്നത്തിൽ വേണമെങ്കിൽ നമ്മൾ മരിച്ചു തന്നെ കാണാം. അതുപോലെയാണ് ഈ മായാമയമായിട്ടുള്ള ഈ നമുക്കുള്ള ഈ വിവിധ നാമരൂപത്തിലുള്ള ഈ ജഗത്തിനെ നമ്മൾ കാണുന്നത് നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന പോലെ മാത്രമേ ഉള്ളൂ. എപ്പോൾ ജ്ഞാനോദിച്ചാൽ. അജ്ഞാനിക്കിത് ശരിയാ തോന്നണ്ട. സ്വപ്നം കാണുന്ന സമയത്ത് നമുക്കത് ശരിയാ തോന്നുമല്ലോ. അതുപോലെ അജ്ഞാനം കൊണ്ട് നമുക്കിത് ശരിയാ തോന്നണ്ട. പക്ഷേ അജ്ഞാനത്തിൽ ഉണർന്നാൽ, ജ്ഞാനം അനുഭവമായാൽ ഇത് നമ്മൾ കണ്ടില്ലേ അതുപോലത്തെ സ്വപ്നമാണ്. അതായത് ദ്വൈതത്തിൽ വർത്തിക്കുമ്പോൾ നമുക്ക് അത് ശരിക്കുള്ളതാ തോന്നും. ദ്വൈതത്തിൽ. അദ്വൈതത്തിൽ വർത്തിക്കാൻ തുടങ്ങിയാൽ ഇല്ല. ഇപ്പം നോക്കൂ, നമ്മൾക്ക് ആ കയറ് പാമ്പാന്ന് തോന്നുന്നിടത്തോളം സമയം നമുക്ക് പേടിയുണ്ട്. എപ്പോഴാണ് നമുക്കത് പാമ്പല്ല എന്ന് മനസ്സിലായ പിന്നെ നമുക്ക് ആ പേടിയേ ഇല്ല. അതുപോലെയാണ് നമ്മൾ ദ്വൈതത്തിൽ വർത്തിക്കുമ്പോൾ, അതായത് ഞാൻ ദേഹം, ആത്മാവ് വേറെ, അങ്ങനെയാണ് നമ്മൾ ദേഹമെന്നാണ് വിചാരിക്കണേ. അങ്ങനെയുള്ള നമ്മൾ ആ ദ്വൈതഭാവത്തിൽ നിൽക്കണോടത്തോളം സമയം നമുക്കിത് ശരിയാ തോന്നും. ഏതുപോലെ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് വരെ സ്വപ്നം ശരിയാന്ന് നമുക്ക് തോന്നണ പോലെ, അജ്ഞാനത്തിൽ നിന്ന് ഉണരുന്നത് വരെ ഈ ജഗത്ത് സത്യമാണെന്ന് നമുക്ക് തോന്നും. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ആൾക്ക് സ്വപ്നം മിഥ്യയാണെന്ന് മനസ്സിലാവണ പോലെ, അജ്ഞാനത്തിൽ നിന്ന് ഉണർന്ന ജ്ഞാന അനുഭവം ഉണ്ടായാൽ ആ ആൾക്കിത് മിഥ്യയെന്ന് മനസ്സിലാവും. അതാണ് പറയേണ്ടത് കേട്ടോ. അത്രയും. ഇനി ഇതൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു അല്ലേ ഇതുവരെ. തൈജസേ നിദ്രയാപന്നെ പിണ്ഡസ്ഥോ നഷ്ടചേതന മായാം പ്രാപ്നോതി മൃത്യും വാ തദ്വന്നാനാർത്ഥദൃക് പുമാൻ. 4. കിം ഭദ്രം കിം അഭദ്രം വാ ദ്വൈതസ്യാവസ്തുനഃ കിയത് വാചോദിതം തദനൃതം മനസാധ്യാതമേവ ച. എത്ര വിഷമമുള്ളതാണ് പറയണ ഭഗവാൻ. പക്ഷേ അതുമാത്രമേ വഴിയുള്ളൂ. നമുക്ക് ആത്മസാക്ഷാത്കാരം വേണമെങ്കിൽ ഞാൻ ആത്മാവാണെന്ന് അനുഭവമാവുന്നേ നിർത്തിയുള്ളൂ. യുക്തി കൊണ്ട് നമ്മൾ അങ്ങനെയാണെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അനുഭവം ഉണ്ടാവുള്ളൂ അല്ലേ. അതായത് യുക്തി കൊണ്ട് മനസ്സിലാവുന്നത് ജ്ഞാനാണേ. അത് അനുഭവമാവണമെന്നാണ് വിജ്ഞാനം. നമ്മൾ പറഞ്ഞല്ലോ. അതാ ഇനി നമുക്ക് നോക്കാം. 4. അവസ്തുതഃ വാസ്തവത്തിലില്ലാത്ത ദ്വൈതസ്യ ഈ ദ്വൈതപ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ ഭദ്രം കിം സത്യമല്ലാത്ത ഈ ശരിക്കും സത്യമല്ലാത്ത ഈ ലോകത്തിലെ മംഗളമായിട്ടുള്ളത് ഏതാണ്? അഭദ്രം വാ നല്ലത് ഏതാ, ചീത്ത ഏതാ, നന്മ ഏതാ, തിന്മ ഏതാ, ഒന്നും ഇല്ല. അങ്ങനെ ഒന്നും ഇല്ലാച്ചാൽ പിന്നെ ഇപ്പം ഈ ആകാശകുസുമം പോലെയാണ്. ആകാശപുഷ്പം അങ്ങനെയൊന്നും ഇല്ല. അത് ചുവപ്പാണോ മഞ്ഞയാണോ പറയണതിന് എന്താ അർത്ഥം? നല്ല വാസന ഉണ്ടെന്നോ അല്ലെങ്കിൽ നാറ്റുണ്ടെന്നോ പറയുന്നതിന് അർത്ഥം അതുപോലെ ഉള്ളൂന്ന്. കിയത് ഏതുവരെ നല്ലത്, ഏതുവരെ ചീത്ത. വാച ഉദിതം വാചോദിതം അതായത് വാക്കാൽ പറയപ്പെട്ടതും കണ്ണുകളാൽ കാണപ്പെട്ടതും പറയാം. മനസാധ്യാനം ച മനസ്സിനാൽ ധ്യാനിക്കപ്പെട്ടതും ഏതോ തത് അനൃതമേവ അതൊക്കെ അസത്യമാണ്. അതാണ് പറയണത്. അതൊക്കെ അസത്യമാണ്. ഇവിടെ സത്യമായിട്ടൊന്നുമില്ല. കിം ഭദ്രം കിം അഭദ്രം. ഇവിടെ എന്ത് നന്മയുള്ളത്, എന്ത് മംഗളമുള്ളത്, ഏതാ അമംഗളം, ഏതാ തിന്മ, ഏതാ ഉത്കൃഷ്ടം, ഏതാ നികൃഷ്ടം. ഈ ദ്വൈതം സ്വപ്നം പോലെയാണ്, ശരിക്കില്ലാത്തതാണ്. പിന്നെ എന്തിനതിനെ നമ്മൾ അതിനെ നല്ലതാ ചീത്താന്ന് പറയണു? അതോ വാക്കാൽ പറയപ്പെട്ടതും എന്താണ്, വാക്കുകൾ പറയപ്പെട്ടത് സത്യമല്ല,
മനസ്സുകൊണ്ട് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കണതും സത്യമല്ല. നമുക്ക് പക്ഷെ ഉണ്ടെന്ന് തോന്നുകയാണ്. അതാണ് ഇപ്പം നോക്കൂ, നിഴലും നമുക്ക് തോന്നുമല്ലോ ചിലപ്പോൾ നിഴലും നമ്മളെ എക്കോ ഒക്കെ അല്ലെങ്കിൽ റിഫ്ലക്ഷനൊക്കെ നമുക്ക് ചിലപ്പോൾ ഇല്ലാത്തതാണ് വെച്ചാൽ ഉള്ള തോന്നൂലോ, അതുപോലെ ഉള്ളൂന്ന് അത്രയ്ക്ക് ഉറപ്പ് പറയണം ഭഗവാൻ. ഈ ജഗത്ത് വെറും സങ്കല്പമാണ്, മനസ്സിൻ്റെ സങ്കല്പമാണ്, സ്വപ്നം പോലെ. സ്വപ്നം മനസ്സിലുള്ളതല്ലേ, ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല സ്വപ്നത്തിൽ. മനസ്സ് മാത്രം പ്രവർത്തിച്ചിട്ട് മനസ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഉണർന്നില്ലേനും അതേപോലെ ഉള്ളൂ എന്ന് പറയണം. അതായത് അപ്പോൾ ഒന്നേ ഉള്ളൂ വെച്ചാൽ പിന്നെ അല്ല, ഈ ഇല്ലാത്ത കാര്യത്തിൽ എവിടെ മംഗളം എവിടെ അമംഗളം, എവിടെ നന്മ എവിടെ തിന്മ, ഏതാ നികൃഷ്ടം ഏതാ ഉത്കൃഷ്ടം പറയണതിന് അർത്ഥമില്ല, ഇല്ലാത്ത കാര്യം അല്ലേ. ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കണതും മനസ്സുകൊണ്ട് നമ്മൾ സങ്കല്പിക്കണതും ഒക്കെ മിഥ്യയാണ്, എല്ലാം മിഥ്യയാണ്. പക്ഷെ അത് നമുക്ക് ശരിയാ തോന്നണത് എന്താ വെച്ചാൽ അജ്ഞാനം കൊണ്ടാണ്, ദേഹാഭിമാനം കൊണ്ടാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ 4 വായിച്ച് 5ലേക്ക് പോവാം. കിം ഭദ്രം കിം അഭദ്രം വാ ദ്വൈതസ്യാ വസ്തുന കിയത് വാചോദിതം തദ നൃതം ച. സത്യമാണെന്ന്. മനസാധ്യാതമേവ ച. വാക്കുകൊണ്ട് പറയുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നതും മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതും എല്ലാം അസത്യം. ഇനി 5. ഛായ പ്രത്യാഹ്വയാ ഭാസ ഹ്യസന്തോപ്യർത്ഥകാരിണ ഏവം ദേഹാദയോ ഭാവ യച്ഛന്ത്യാമൃത്യുതോ ഭയം. നമുക്കിത് മനസ്സിലാക്കിയെങ്കിലും ചെയ്യാം. ഈ പറയുന്ന പോലെ വിജ്ഞാനം വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം, നമുക്ക് അനുഭവമാവണമെങ്കിൽ. ഛായ പ്രത്യാഹ്വയാഭാസ, അതായത് ഛായ മീൻസ് റിഫ്ലക്ഷൻ, പിന്നെ എക്കോ പ്രതിധ്വനി, എക്കോ എന്നിവയാൽ ഭാസിക്കുന്ന വെള്ളി ഇവയിൽ അസന്തഹ വാസ്തവത്തിലില്ലാത്ത അസന്തഹ അഭി ഇല്ലാത്തതാണെങ്കിലും അർത്ഥകാരിണാഹി അതിൻ്റെ കാര്യങ്ങളെ ചെയ്യുന്നില്ലയോ ഏവം ഈ വിധം തന്നെ എന്താണ് ദേഹാദയ ഭാവാഹ ദേഹം മുതലായ വസ്തുക്കളും ഇല്ലാത്തതാണെങ്കിലും അമൃത്യുതഃ മരണം വരെ അഥവാ അത് നശിക്കുന്നത് വരെ ഭയത്തിനെ യച്ഛന്തി നൽകുന്നു. അതാണ് പറഞ്ഞത്. എന്താ അറിയോ, ഈ നിഴലും എക്കോ ഉണ്ടല്ലോ, എക്കോയും ഈ റിഫ്ലക്ഷനുമൊക്കെ ഇല്ലാത്തതാണെങ്കിലും ചിലപ്പോൾ നമുക്കുള്ള പോലെ തോന്നും അല്ലേ, ശരിക്കും ഇല്ലല്ലോ, അത് റിഫ്ലക്ഷനല്ലേ ഉള്ളൂ അത് അല്ലേ. ഇപ്പോൾ ഒരു ജലത്തിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു മരം കാണാൻ വെച്ചാൽ ശരിക്കും മരം ഇല്ലല്ലോ, ശരിക്കും മരത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ, അത് നമുക്ക് ശരി തന്നെ അത്ര ശരിക്ക് വെള്ളം ഇളകണില്ലെങ്കിൽ ശരിക്കും മരം അവിടെ നിൽക്കേണ്ടതും. അതുപോലെ ഈ ദേഹമില്ല, പക്ഷേ മരണം വരെ നമുക്ക് ഈ ദേഹാഭിമാനം ഉണ്ടെങ്കിൽ ആ ഭയം ഉണ്ടായും കൊണ്ടേയിരിക്കും. ബോധരൂപനായിട്ടുള്ള ആത്മാവ് മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ യാതൊന്നും ഇവിടെ ഇല്ല. നമുക്കുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏതുപോലെ വെച്ചാൽ റിഫ്ലക്ഷനോ എക്കോ നമുക്ക് ശരിക്കും ഉണ്ട് തോന്നി അതന്നെ കേൾക്കൂലോ. അങ്ങനെയൊക്കെ കഥ ഉണ്ടല്ലോ, സിംഹം പിന്നെ ഗർജിച്ചപ്പോൾ അവനോണ്ട് തന്നെ എക്കോ കേട്ടു, അപ്പോൾ വേറൊരു സിംഹം ഉണ്ടെന്ന് വിചാരിച്ചു അവിടെ. അതേപോലെ തന്നെ കിണറ്റിൽ നോക്കിയ ഒരു സിംഹം, അപ്പോൾ റിഫ്ലക്ഷൻ കണ്ടു, വേറൊരു സിംഹമെന്ന് വിചാരിച്ച് ചാടി, ഇതൊക്കെ ഉണ്ടല്ലോ. അതുപോലെയാണത്. അതാണ് ഈ റിഫ്ലക്ഷനും എക്കോയും ഒക്കെ. അല്ലെങ്കിൽ സർപ്പുണ്ടത്ത് തോന്നുക, പിന്നെ എന്താ കയറിലോടത്ത്, ഇതൊക്കെ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഭയം തരുന്നുണ്ട് ഇല്ലേ. അതേപോലെയാണ് ദേഹം ഇല്ലാത്തതാണെങ്കിലും മിഥ്യയാണെങ്കിലും നമ്മൾക്ക് ഈ ഒരു സൂപ്പർ ഇമ്പോസിഷൻ ബ്രഹ്മത്തിൽ നമ്മൾ ഈ ജഗത്തിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യണോടത്തോളം കാലം, അല്ലെങ്കിൽ കയറിൽ പാമ്പിനെ കാണുന്നിടത്തോളം കാലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും അതിൻ്റെ പേടിയും അതിലത്തെ ദുഃഖങ്ങളും. അതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വഴിയുള്ളൂ,
ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണെന്ന് അനുഭവമാവണം. യുക്തി കൊണ്ട് നമുക്ക് ജ്ഞാനം ഉണ്ടാവാം, അത് നമുക്ക് അനുഭവമാവണം. ഞാൻ ഈ ദേഹമല്ല എന്നാൽ പിന്നെ നമ്മളെ ഒന്നും ബാധിക്കില്ല എന്നാണ് ഭഗവാൻ ഈ 5 പറഞ്ഞത്. അപ്പോൾ നമുക്ക് 5 വായിച്ചെന്ന് നിർത്താം. ബിക്കോസ് ഐ തിങ്ക് സമയം ആയി. ആദ്യം കുറച്ച് നേരം ഒന്ന് പറഞ്ഞുല്ലോ, അതുകൊണ്ട് ഛായ പ്രത്യാഹ്വയാ ഭാസ ഹ്യസന്തോപ്യർത്ഥകാരിണാം ഏവം, അതായത് അസത്ത അനൃതം ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉള്ളതാ തോന്നൂലോ, അതാണ്. ഏവം ദേഹാദയോ ഭാവ യച്ഛന്ത്യാമൃത്യുതോ ഭയം. മരിക്കണ വരെ അല്ലെങ്കിൽ ഞാൻ ദേഹാഭിമാനമുള്ളവരെ നമുക്ക് ഈ സൂപ്പർ ഇമ്പോസിഷൻ മാറ്റിയിട്ടില്ലെങ്കിൽ, അധ്യാസം മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഭയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിവിടെ നിർത്താം. നാളെ നമുക്ക് 6 ചെയ്യാം. വളരെ വലിയ തത്വമാണ് ഇത്. നമുക്ക് പറയാൻ തന്നെ എനിക്ക് അർഹതയൊന്നുമില്ല. അത് നമുക്ക് ഉൾക്കൊള്ളാൻ ഭഗവാന്റെ ഒരു അനുഗ്രഹം മാത്രമേ വേണ്ടൂ. ആ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.